സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച സംഭവത്തിൽ മോഷണമായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് മുംബൈ പോലീസ്. മുഖ്യപ്രതിയെ മുംബൈയിൽ താനെയിൽ നിന്നാണ് ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തത്. സെയ്ഫിന്റെ വസതിയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ കാസർഗോഡയിലെ ഹിരാനന്ദാനി എസ്റ്റേറ്റിന് സമീപത്ത് നിന്നാണ് മുഹമ്മദ് അലിയാൻ എന്ന പ്രതിയെ പിടികൂടിയത്. നടൻ സെയ്ഫ് അലി ഖാന്റെ വസതിയിൽ മോഷണം ലക്ഷ്യമിട്ടാണ് നുഴഞ്ഞു കയറിയതും ആക്രമണം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. പ്രതിയുടെ പേരും പോലീസ് വെളിപ്പെടുത്തി. बैंड्रा पुलिस स्टेशन में गुना दाखिल किया गया है। एक आरोपी को उसमें अरेस्ट किया गया है। आरोपी का नाम മുഹമ്മദ് ഷരീഫുൽ ഇസ്ലാം ഷഹസാദ് है। ഇയാൾ ബംഗ്ലാദേശിയാണെന്നാണ് പോലീസ് പറയുന്നത്. 30 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ 5-6 മാസമായി ഇയാൾ മുംബൈയിലുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. DCP ദീക്ഷിത് കുമാറാണ് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കൈമാറിയത്. താനെയിലെ ഒരു ബാറിൽ ഒരു ഹൗസ് കീപ്പിംഗ് ഏജൻസിയുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. സെയ്ഫ് അലി ഖാനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലാണ് മുഖ്യപ്രതിയെ മുംബൈയിലെ താനെയിൽ നിന്ന് ഇന്ന് പുലർച്ചെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സെയ്ഫിന്റെ വസതിയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ കാസർവാഡയിലെ ഹിരാനന്ദാനി എസ്റ്റേറ്റിന് സമീപത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ ആദ്യം വിജയദാസ് എന്നായിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്. ഇയാളുടെ പക്കൽ വ്യാജ ID കാർഡും പോലീസ് കണ്ടെത്തി. വ്യാജ ഇന്ത്യൻ ഐഡന്റിറ്റി ഉള്ളതിനാൽ ആക്രമി ഇന്ത്യക്കാരനാണോ ബംഗ്ലാദേശ് പൗരനാണോ എന്ന സംശയങ്ങൾക്കൊടുവിലാണ് പുതിയ വിവരം. CCTV ദൃശ്യങ്ങൾ കൂടാതെ കോൾ ട്രാക്കിംഗ് തുടങ്ങിയ സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് മുംബൈ പോലീസ് പ്രതിയെ പിന്തുടർന്നത്. അതേസമയം സെയ്ഫ് അലി ഖാനെ പലതവണ കുത്തി പരുക്കേൽപ്പിക്കുന്നത് താൻ കണ്ടതായി കരീന കപൂർ പറഞ്ഞു. ആക്രമണിയിൽ നിന്നും മക്കളെ സംരക്ഷിക്കാൻ ചെറുക്കുന്നതിനിടയിലായിരുന്നു സെയ്ഫിന് മാരകമായി പരിക്കേറ്റതെന്നും കരീന പറഞ്ഞു. എന്നാൽ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും എടുക്കാതെയാണ് ആക്രമി രക്ഷപ്പെട്ടതെന്നും കരീന സൂചിപ്പിച്ചു. സെയ്ഫ് അലി ഖാൻ സുഖം പ്രാപിച്ചു വരികയാണെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.